ജീവശാസ്ത്രത്തിൽ എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്? ജീവനുള്ള വസ്തുക്കൾ. ജീവനുള്ളവയുടെ പ്രത്യേകത എന്താ? പിന്നെ പൊതുവായിട്ട് എന്താ പറയുക, ഒരുപാട് ജീവൽ പ്രവർത്തനങ്ങൾ നടക്കില്ലേ? ജീവൽ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ഉപാപചയ പ്രവർത്തനങ്ങൾ അറിയോ എല്ലാവർക്കും? ഉപാപചയം അഥവാ നിർമ്മാണ പ്രവർത്തനങ്ങളും വിഘടന പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് ജീവജാലങ്ങൾ. അപ്പോൾ ഒരു പ്രവർത്തനം നടക്കുമ്പോൾ അതിന്റെ ഫലമായിട്ട് എന്താണ് ഉണ്ടാവുന്നത്? പ്രൊഡക്റ്റ് അഥവാ ഉൽപ്പന്നം ഉണ്ടാവും. ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഉണ്ടാവുക. ഉൽപ്പന്നങ്ങളുടെ കൂടെ ബൈ പ്രൊഡക്ട്സ് ഉപോൽപ്പന്നങ്ങളും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ കൂടിയ അളവിൽ ഉപോൽപ്പന്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ്? നല്ലതാണോ? നമുക്കൊരു കാര്യം ഓവറായിട്ടുള്ളത് നല്ലതാണോ? ഒക്കെ മിതമായ അളവിലല്ല വേണ്ടത്. അപ്പോൾ നമ്മൾ മനുഷ്യന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ജീവൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, ഉപാപചയ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് അളവിൽ കൂടുതലായിട്ട് ഹാനികരമായ തോതിൽ ഉപോൽപ്പന്നങ്ങൾ ഉണ്ടാകുമ്പോൾ ശരീരം എന്ത് ചെയ്യുന്നറിയോ? എന്തായിരിക്കും ചെയ്യുക? ഒരുപാട് സാധനം കാര്യം നമ്മൾ വേസ്റ്റ് ആയിട്ട് ഉണ്ടാവുകയാണെങ്കിൽ പുറത്താകും. അതിനൊരു ടേം പറയില്ല മക്കളെ, പിന്നെ പഠിച്ചതാണ് എക്സ്ക്രീഷൻ അല്ലെങ്കിൽ വിസർജനം. അപ്പൊ നമ്മൾ എന്തിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്? ഏകദേശം ഒരു ധാരണ വന്നല്ലോ. വിസർജനം നടക്കുന്നുണ്ട്. ഇനി ഒരു ചോദ്യം ചോദിക്കാം. നമ്മുടെ സസ്യങ്ങൾ, നമ്മുടെ ചുറ്റിലും ഒരുപാട് ജീവജാലങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. സസ്യങ്ങൾക്ക് ജീവനുണ്ടോ? ജീവനുണ്ട്, അതറിയാലോ. അങ്ങനെയാണെങ്കിൽ സസ്യങ്ങളിൽ ഇത്തരത്തില് വിസർജ്യ വസ്തുക്കൾ ഉണ്ടാവുന്നുണ്ടോ? ഒരാൾ പറയൂ. കണ്ടിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും? സസ്യങ്ങൾ എന്തെങ്കിലും പുറന്തള്ളുന്നത് ചെടികൾ എന്തെങ്കിലും വെള്ളം വരുന്ന കണ്ടിട്ടുണ്ടോ? വേറെ ആരെങ്കിലും എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? സസ്യങ്ങൾ എന്തെങ്കിലും പുറന്തള്ളുന്നതായിട്ട് മരത്തടിയിലോ കണ്ടിട്ടുണ്ട് അല്ലേ? നമുക്ക് നോക്കിയാലോ? നമ്മളൊക്കെ നോക്കാൻ പോകുന്നത് എന്താണെന്ന് മനസ്സിലായോ? എന്താ? സസ്യങ്ങളിലെ വിസർജനാണ് നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ചോദിക്കുമ്പോൾ പറഞ്ഞാൽ മതി കേട്ടോ. ഓരോന്നോരോന്നായിട്ട് ഓർത്ത് വെക്കണേ. ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. കണ്ടു? എത്ര എണ്ണം കണ്ടു? 5 എണ്ണം കണ്ടല്ലേ? ഇനി ഓരോന്നോരോന്നായിട്ട് പറഞ്ഞത്. ഒന്നാമതായിട്ട് എന്താ കണ്ടത്? വെള്ളത്തുള്ളി. അങ്ങനെ എഴുതാം. എവിടെ വെള്ളത്തുള്ളി കണ്ടത്? പുല്ലിന്റെ പുൽനാമില് എന്താണ് കണ്ടത്? വെള്ളത്തുള്ളി. കുറച്ച് നന്നായി എഴുതല്ലേ? രണ്ടാമതായിട്ട് എന്താ കണ്ടത്? ആസിഡ്.
പുറത്ത് വൈറ്റും ഉള്ളിൽ ഡാർക്കും. അതെന്താണ്? അത് പറയാം. അറിയാം അല്ലേ? കാതിലുള്ള മരം നോക്കി എടുക്കും. എന്തിനാണ്? ഫർണിച്ചർ നല്ല സ്ട്രോങ് ആയിരിക്കാൻ വേണ്ടിയിട്ട് കാതിലുള്ള മരങ്ങളാണ് മരപ്പണിക്കാർ ഉപയോഗിക്കുന്നത്. അപ്പോ കാതൽ രൂപീകരണം. അപ്പൊ സസ്യങ്ങളില് വിസർജനം ഉണ്ടെന്ന് മനസ്സിലായി. ചിലർ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു. അപ്പൊ ജീവജാലങ്ങൾ, നമ്മുടെ മനുഷ്യരെ ഉൾപ്പെടെയുള്ള ജീവികളില് വിസർജന പ്രക്രിയ നടക്കുന്നുണ്ടെന്ന് മനസ്സിലായല്ലോ. സസ്യങ്ങളിൽ ഇതുപോലെ ഒരുപാട് ജീവപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഏതൊക്കെ പ്രവർത്തനം ആവും? ചിലത് നമുക്കറിയാം. പ്രകാശ സംശ്ലേഷണം അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് ഉൽപ്പന്നങ്ങളും ഉപോൽപ്പന്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. ആ ഉപോൽപ്പന്നങ്ങൾ എന്താണ്? സസ്യത്തിന് വേണ്ടാത്ത രീതിയിൽ അളവിൽ കൂടുതൽ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? പുറന്തള്ളാൻ ശ്രമിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് സസ്യങ്ങൾ ഈ വിസർജ്യ വസ്തുക്കളെ പുറന്തള്ളാൻ ശ്രമിക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ കണ്ടല്ലോ, എഴുതിയിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? പുൽനാമ്പില ജലഗണ കണ്ടു, പിന്നെ സ്ട്രക്ചറുകൾ കണ്ടു, പിന്നെ ഇല പൊഴിയുന്നത് കണ്ടു, കാതൽ രൂപീകരണം. ഇതൊക്കെ എങ്ങനെയാണ് ഒരു വിസർജന മാർഗമായി മാറുന്നത് നോക്കണ്ടേ? ഇത് പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾ തന്നെയാണ്. ഒരു 4 ടീമായിട്ട് മാറാൻ പോവാണ് നമ്മൾ. ഈ ഒരു 4 ടീമായിട്ട് നമ്മൾ മാറും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കുറച്ച് മോഡൽസ് തരും. നിങ്ങൾ ആ മോഡലും ഞാൻ തരാൻ പോകുന്ന ഈ കാർഡിലുള്ള സൂചകങ്ങൾ വെച്ചിട്ട്, സൂചകങ്ങളല്ല, ഇത് നോക്കി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതെങ്ങനെയാണ് ഈ ഓരോന്നും വിസർജന മാർഗമായിട്ട് മാറുന്നത് എന്ന് കണ്ടെത്തിയിട്ട് അവതരിപ്പിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ ആദ്യത്തെ ടീം ആസിഡത്തിലും ചെയ്തതാണ്. അടുത്ത ടീമാണ് ഹൈഡത്തോട്. ഹൈഡത്തോട് നമ്മൾ എഴുതിയിട്ടില്ല അല്ലേ? അത് ഹൈഡത്തോട് എന്ന ടീം പറഞ്ഞു കേട്ടോ. ഇനി അടുത്തത് കാതൽ രൂപീകരണം. അതാണ് സാധനങ്ങളൊക്കെ നോക്കിയത്. ഇപ്പൊ ഇതില് ഹൈഡത്തോട് ഇതിലില്ല, ഇല്ലല്ലോ. നമുക്ക് വഴിയെ നോക്കാം കേട്ടോ. അത് നോക്കി കിട്ടുന്നുണ്ടാവും. സ്ട്രക്ചർ ചെയ്തതാണ്. വെച്ചിട്ട് പറയാൻ കഴിയുമോ? കഴിയില്ലേ? ജസ്റ്റ് ആ സ്ട്രക്ചർ ചെയ്താണ് ഇവിടെ ഡൗട്ടില്ലല്ലോ? അത് വെച്ചിട്ട് പറയാൻ കഴിയല്ലോ? ഒരാൾ റെഡി ആയിക്കോട്ടോ പറയാൻ. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. ബാക്കി എല്ലാവരും കിട്ടുന്ന രൂപത്തിൽ പറയും കേട്ടോ. എന്താണ് ആസിഡന്റം ലെൻഡിസം. ഇതാണ് ഒന്നാമത്തെ ടീമിലേക്ക് വിഷയം പറയുന്നത്, വിസർജനമാണ്. ഇനി ബാക്കി ശ്രുതി പറയട്ടോ, ശ്രദ്ധിച്ചിരിക്കണേ. ഇതിൽ ആദ്യത്തെ കാണുന്നത് ആസിഡന്റാണ്. അതൊന്നും വേണ്ട, ആ വിസർജനമാകും. സ്ട്രക്ചർ ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കേട്ടോ. അത്രയ്ക്ക് ഡീപ്പായിട്ട് നമുക്ക് പോകേണ്ട ആവശ്യം. അപ്പൊ ഇതിലൂടെ പുറത്ത് വിടുന്ന വിസർജന വസ്തു എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. പ്രകാശ സംശ്ലേഷണത്തിന്റെ റിസൾട്ട് ആയിട്ട് ഉണ്ടാവുന്ന ഓക്സിജൻ ആസിഡത്തിലൂടെ പുറത്ത് വിടും. പിന്നെ അടുത്തത് ലെൻഡിസെല്ലാണ്. ലെൻഡിസെല്ലില് ശ്വസനത്തിന്റെ റിസൾട്ട് ആയിട്ട് ഉണ്ടാവുന്ന കാർബൺ ഡൈ ഓക്സൈഡും ജലവും പുറത്തു വരും. ഇതാണ് ആസിഡരന്ധ്രങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഇലയുടെയും കാണ്ഡത്തിന്റെയും
ഉപരിതലത്തിൽ കാണുന്ന സുഷിരങ്ങളാണ്. ലെൻറ്റിസെൽ എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ സ്റ്റൊമാറ്റോ മോഡിഫൈ ചെയ്തിട്ട് വളർച്ച പാകമാകുമ്പോൾ മുമ്പെത്തിയ സസ്യകാണ്ഡത്തിലാണ് കാണുന്നത് ഓപ്പണിംഗ്. എന്തിനാ? ഈ ഗ്യാഷ്യസ് എക്സ്ചേഞ്ചിന് തന്നെയുള്ളതാണ്. അപ്പൊ അത് ശ്രുതി പറഞ്ഞില്ലേ, പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഓക്സിജനും ശ്വസനത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡും ജലവുമാണ് ഇവർ പുറന്തള്ളുന്നത്. അപ്പൊ വിസർജന വസ്തുക്കളും മനസ്സിലായി. എന്ത് മനസ്സിലായി? വിസർജന മാർഗവും മനസ്സിലായി. മനസ്സിലായില്ലേ? ഇനി അടുത്ത ടീം പോലും ആരാ തന്നെ? ആർക്ക് വരാട്ടോ? അഞ്ജന വരുന്നത്. അഞ്ജന പറയാൻ പോകുന്നത് ഇലപ്പൊടി. ഇലപ്പൊടിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പ്ലാന്റിലെ വിസർജ്യ വസ്തുക്കൾ പൊഴിയാറായിട്ടുള്ള ഇലയ്ക്ക് വരും. എന്നിട്ട് ആ ഇല പൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വിസർജ്യ വസ്തുക്കൾ പ്ലാന്റിൽ നിന്ന് പുറന്തള്ളുകയാണ് ചെയ്യുന്നത്. സിമ്പിൾ സിമ്പിൾ അല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ ഒരുപാട് ഇല പൊഴിഞ്ഞ് കിടക്കുന്നത്? ഇല പൊഴിഞ്ഞ് കിടക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പൊ ആലോചിച്ചിട്ടുണ്ടോ എന്തിനാ ഈ ഇല ഇങ്ങനെ പൊഴിയുന്നതെന്ന്? അവരെന്താ ചെയ്യണത്? നല്ലൊരു ടെക്നിക്കല്ലേ? ആവശ്യമില്ലാത്ത സാധനങ്ങൾ എന്ത് ചെയ്യും? ഇലയില് മൂപ്പത്തി വളർച്ചയെത്തിയ ഇലയിൽ അങ്ങനെ നിക്ഷേപിക്കും. മാത്രമല്ല ആവശ്യമുള്ള വസ്തുക്കൾ എന്ത് ചെയ്യും? സസ്യ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്തെടുക്കുകയും ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ആ ഇലയെ കണ്ട് പൊഴിച്ചു പണിയെടുക്കും. അപ്പോ ഇല പൊഴിയൽ നമ്മൾ പഠിച്ചു. അടുത്ത കാര്യം ആരെങ്കിലും പ്രജിഷ വരുന്നുണ്ട്. പ്രജിഷയുടെ കയ്യിലൊരു സാധനം ഉണ്ട് കേട്ടോ. ഏതാണ്? കാതൽ. സസ്യങ്ങളിൽ ഒരു വിസർജന രീതിയാണ് കാതൽ രൂപീകരണം. സസ്യങ്ങളിൽ ഉണ്ടാകുന്ന ലിഗ്നിൻ, പെക്റ്റിൻ, സുഗറിൻ എന്നിവയുള്ള സബ്സ്റ്റൻസസ് സൈലം പ്രായം ചെന്ന സൈലം തുള്ളികളിൽ അടിഞ്ഞു കൂടിയിട്ട് കാതൽ രൂപീകരണം സംഭവിച്ചു. ക്ലിയർ ആണോ? കുറച്ച് രാസവസ്തുക്കളുടെ പേര് പറഞ്ഞില്ല. കുറച്ച് രാസവസ്തുക്കളുടെ പേര് പറഞ്ഞല്ലോ. കിട്ടിയത് ലിഗ്നിൻ പറഞ്ഞു, സുഗറിൻ പറഞ്ഞു, പിന്നെ പെക്റ്റിൻ. ആരാണ് ഇതൊക്കെ? നമ്മൾ നേരത്തെ ആസിഡത്തിലും ലെൻറ്റിസെലും പറഞ്ഞപ്പോൾ വിസർജ്യ വസ്തുക്കൾ ഏതൊക്കെ പറഞ്ഞേ? ഓക്സിജനും ജലം. അതുപോലെ കാതൽ രൂപീകരണം എങ്ങനെയാണ് ചെടികളിലെ കാതൽ രൂപീകരിക്കുന്നതെന്നാണ് പറയുന്നത്. ഈ ലിഗ്നിൻ, സുഗറിൻ, പെക്റ്റിൻ എന്നൊക്കെ പറയുന്ന രാസവസ്തുക്കൾ എന്താണ്? വിസർജ്യ വസ്തുക്കളാണ്. അപ്പൊ അവയെ എന്ത് ചെയ്യും? സസ്യകാണ്ഡത്തിന്റെ സ്റ്റെമ്മിന്റെ പ്രായം ചെന്ന സൈലം കുഴലുകളിൽ നിക്ഷേപിക്കും. അപ്പൊ ഇത്തരം വസ്തുക്കൾ അവിടെ നിക്ഷേപിക്കപ്പെട്ടാൽ എന്താവും? ആ ഭാഗം നല്ല ഡാർക്ക് കളർഡായിട്ട് നല്ല എന്താവും? സ്ട്രെങ്ത് ഉള്ള ഭാഗമായിട്ട് മാറും. അതുകൊണ്ടാണ് ഇത് നോക്കൂ, രണ്ട് നിറത്തിൽ കാണുന്നത്. ഇവിടെ എന്താണ്? ലിഗ്നിൻ, സുഗറിൻ, പെക്റ്റിൻ അവയുടെയൊക്കെ ഡെപ്പോസിഷൻ കൂടുതലാണ്. അതുകൊണ്ടാണ് കടു നിറത്തിൽ കാണുന്നത്. ഇത് വാഗമരത്തിന്റെ തടിയാണ് കേട്ടോ. ഈ ഭാഗത്ത് അത്തരം ഡെപ്പോസിഷൻ ഇല്ലാത്തതുകൊണ്ട് ഇതിനെ വെള്ള എന്ന് പറയും. വെള്ള, കാതൽ അങ്ങനെയൊക്കെയാണ് പറയുക. അപ്പൊ ഇതിൽ ഏത് ഭാഗമായിരിക്കും നമ്മുടെ ഫർണിച്ചറൊക്കെ ഉണ്ടാക്കാൻ എടുക്കുക? കാതൽ. നല്ല ഈടും ഉറപ്പും ഇടാൻ വേണ്ടിയിട്ടാണ് കാതൽ ഉപയോഗിക്കുന്നത്. ഇനി ഒരു ടീമും കൂടെ അല്ലേ? ഇത് പറയും. അടുത്തത് ഏതാണ് ബാക്കിയുള്ളത്? അത് നിങ്ങൾ കേട്ടിട്ടില്ല അല്ലേ? നമ്മള് ആദ്യം കണ്ട ചിത്രല്ലേ? വെള്ളത്തുള്ളികൾ. ബാക്കി ഇത് പറയും. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ. ഇത് കാണുന്നത് മുൻവർഗ സസ്യങ്ങളിലും ചില കുറ്റിച്ചെടികളിലുമാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പിക്ചറിൽ കണ്ടായിരുന്നു ജലമാണ് അധികം, അതായത് ചെടിയിലുള്ള അധികമായിട്ടുള്ള ജലമാണ് ഇതിൽ സുഷിരങ്ങളിലൂടെ പുറത്തേക്ക് പോകുന്നത്. ഇത് പുല്ലിന്റെ അഗ്രഭാഗത്തുള്ള ആ ഒരു അഗ്രഘടനയാണ് കാണിച്ചിട്ടുള്ളത്. ഇവർക്കൊന്നും നോക്കി വയ്ക്കാൻ വേണ്ടി. അപ്പൊ എന്താ പറഞ്ഞത്? ഈ പുല്ലാമ്പിലെ ജലഗണങ്ങൾ മായിച്ച് നമുക്ക് എന്താ എഴുതാം? ഹൈഡത്തോട് എഴുതാം. ഹൈഡത്തോടിലൂടെ ഹൈഡത്തോടും വിസർജന മാർഗമായിട്ടാണ് മാറുന്നത്. ഹൈഡത്തോടിലൂടെ എന്ത് സംഭവിക്കും? അധികമുള്ള ജലം പുറത്തുവിടും. അതാണ് ആ പുല്ലിന്റെ അറ്റത്ത് ഇങ്ങനെ മഞ്ഞുതുള്ളി പോലെയൊക്കെ തോന്നിയില്ലേ? ആ കാണുന്ന ജലഗണങ്ങള് ഹൈഡത്തോടിലൂടെ വരുന്ന വെള്ളമാണ്. അപ്പോൾ പുൽവർഗ സസ്യങ്ങളിലും അതുപോലെ കുറ്റിച്ചെടികളിലൊക്കെ ഇലയുടെ അഗ്രഭാഗത്തുള്ള സുഷിരങ്ങളാണ് ആര്? ഹൈഡത്തോടുകൾ. നമ്മുടെ സ്റ്റൊമാറ്റോ ലെൻറ്റിസെലും പറഞ്ഞ പോലെയുള്ള ഓപ്പണിങ്സ് ആണ് കേട്ടോ ഹൈഡത്തോടുകൾ. അപ്പൊ ഒന്ന് ആ ബോർഡിൽ നോക്കിയേ, ഒന്ന് മനസ്സിലൊന്ന് ഓർത്ത് നോക്കിയേ നമ്മൾ എന്തൊക്കെ ഇപ്പൊ പറഞ്ഞതെന്ന്. സസ്യങ്ങളിലെ വിസർജന മാർഗങ്ങൾ അല്ലെങ്കിൽ
വിസർജന രീതികളാണ് നമ്മളിന്ന് ചർച്ച ചെയ്തത്. 4 വിസർജന മാർഗങ്ങളാണ് സസ്യങ്ങൾ അവലംബിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? വിസർജ്യ വസ്തുക്കളെ പുറന്തള്ളാനായിട്ട്. ഒന്നാമത് അവിടെ എഴുതിയിരിക്കുന്നത് ഹൈഡത്തോടാണ്. അത് പുൽവർഗ സസ്യങ്ങളിലും ചില കുറ്റിച്ചെടികളിലും ഒക്കെ ഇലയുടെ അഗ്രഭാഗത്തുള്ള സുഷിരങ്ങളാണ്. അതിലൂടെ സസ്യത്തിൽ അധികമുള്ള ജലത്തെ പുറന്തള്ളുന്നു. രണ്ടാമതായിട്ട് ആസ്യരന്ധ്രങ്ങൾ ലെൻറ്റിസൽ എഴുതിയിട്ടുണ്ട്. സസ്യങ്ങളിൽ പ്രകാശ സംശ്ലേഷണം, ശ്വസനം ഇവയുടെ ഫലമായിട്ടുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, ജലം എന്നിവയുടെയൊക്കെ പുറന്തള്ളൽ അല്ലെങ്കിൽ വിസർജനമാണ് ഇതിലൂടെ നടക്കുന്നത്. അടുത്തതായിട്ട് ഇല പൊഴിയും. സസ്യങ്ങളിൽ ഇലകൾ വളർച്ചയെത്തി പാകമാവുന്ന സമയത്ത് അവയിൽ നിന്നും ആവശ്യമുള്ള ഘടകങ്ങളെ സസ്യ ശരീരത്തിലേക്ക് തിരിച്ചാഗിരണം ചെയ്യും. എന്നിട്ടോ ആവശ്യമില്ലാത്ത ഒഴിവാക്കപ്പെടേണ്ടതായിട്ടുള്ള വസ്തുക്കളെ ഇലകളിൽ നിക്ഷേപിക്കും. അത് പൊഴിഞ്ഞു പോകും. നാലാമതായിട്ടാണ് കാതൽ രൂപീകരണം. കാതൽ രൂപീകരണം എന്ന് പറയുമ്പോൾ സസ്യത്തിലെ ലിഗ്നിൻ, സുബരിൻ, പെക്റ്റിൻ തുടങ്ങിയ രാസവസ്തുക്കൾ പ്രായം ചെന്ന സൈലം കുഴലുകളിൽ നിക്ഷേപിക്കപ്പെട്ട് എന്താവും? അവിടെ നല്ല കാഠിന്യമുള്ള ഭാഗമായിട്ട് മാറും. അതാണ് കാതൽ രൂപീകരണത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ കാതൽ ആക്ച്വലി നമുക്ക് മനുഷ്യർക്ക് ആവശ്യമുള്ള ഒരു സംഭവമാണ് അല്ലേ? സസ്യങ്ങളുടെ വിസർജന മാർഗമാണെങ്കിൽ നമുക്ക് എന്താണ് ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ വിസർജന മാർഗങ്ങൾ പഠിച്ചല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് പഠിക്കാം. മനസ്സിലായല്ലോ കാര്യങ്ങൾ? ഉത്തരം കൂടെ തന്നാൽ നമ്മൾ ഇന്നത്തെ കാര്യം കഴിഞ്ഞു. ചില പ്രസ്താവനകൾ പറയും. 4 പ്രസ്താവന സിമ്പിളാണ്. നിങ്ങൾ പഠിച്ചോ ഇല്ലയോ എന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. അപ്പോൾ ആ പ്രസ്താവനകൾ ഏത് വിസർജന മാർഗമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ബോർഡിൽ എഴുതാം. അത്ര ഒന്നാമത്തെ പറയാം. പ്രായം ചെന്ന സൈലം കുഴലുകൾ. മനസ്സിലാക്കണേ, പ്രായം ചെന്ന സൈലം കുഴലുകൾ. ഞാൻ വിളിക്കണോ അതോ ഒരാൾ എണീറ്റ് വരുമോ? നേരത്തെ വന്നവർ വേണ്ട കേട്ടോ, നേരത്തെ വന്നവർ വേണ്ട. എല്ലാവർക്കും അവസരം വിളിക്കണോ? ആരെങ്കിലും വന്നോടാ? നോക്കട്ടെ ആരുടെ ഏത് ധൈര്യമുള്ളത്. അടിപൊളി. വൃന്ദ എഴുതാൻ പോവാണ്. പ്രായം ചെന്ന സൈലം കുഴലുകൾ ഏത് വിസർജന മാർഗമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനയാണ് എഴുതൂ. അടുത്തത് കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, ജലം എന്നിവ പുറന്തള്ളുന്നു. ഘടകങ്ങൾ തിരിച്ചെടുക്കുന്നു. വളർച്ച ഭാഗമായ ഇലകളിൽ നിന്ന് ആവശ്യ ഘടകങ്ങൾ തിരിച്ചെടുക്കുന്നു. ഒഴിവാരാ എഴുതേണ്ട കാര്യമില്ല, എന്നാലും ഒരാൾ അവിടെ അത് എഴുതണം. ഇലയുടെ അഗ്രഭാഗത്തുള്ള സുഷിരങ്ങൾ, പുൽവർഗ സസ്യങ്ങളുടെ ഇലയുടെ അഗ്രഭാഗത്തുള്ള സുഷിരങ്ങൾ. ആ ടേം എന്തായാലും നിങ്ങൾക്ക് പുതുതാണ്, അത് പോയി എഴുതാം. ഓക്കെ, ഹൈഡാത്തോട്. അപ്പൊ നിങ്ങളെല്ലാവരും നല്ല സൂപ്പറായിട്ട് പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചത്? സസ്യങ്ങളിലെ വിസർജന മാർഗങ്ങൾ 4 ക്ലിയർ അല്ലേ?
പ്രത്യേകമായിട്ടൊന്ന് നോക്കുക. ഇതല്ലാതെ എന്തെങ്കിലുമൊക്കെ മാർഗങ്ങൾ, എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ നിങ്ങൾ കാണുന്നുണ്ടോ? വെറുതെ നോക്കുക. നല്ല പ്രായം ചെന്ന മരത്തടിയൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ ആ മരത്തടിയിലൊക്കെ എന്തെങ്കിലും കാണുന്നുണ്ടോ? ചില ചെടികളൊക്കെ ഒന്ന് നോക്കുക. എന്തെങ്കിലും പുറത്തേക്ക് യൂസ് ഔട്ട് ചെയ്ത്